നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്നതാണല്ലേ വീട്ടിൽ നിന്നുള്ള ഫ്രൂട്ട്സൊക്കെ കഴിക്കാനായിട്ട്. എന്നാൽ നമ്മളിൽ പലർക്കും അതൊന്നും സാധിക്കാറുമില്ല. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ പോയ സമയത്ത് എനിക്ക് കിട്ടിയതാണ് ആത്തിച്ചക്ക, പേരയ്ക്ക. ഇതൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ആ മരത്തിൽ ഒരുപാടൊക്കെ പഴുത്ത് തന്നെ താഴെ വീണിട്ടും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും മിക്കവും കൂടി ചേട്ടനോടൊപ്പം ടെറസിലുണ്ടായിരുന്നു. അപ്പോഴാണ് ടെറസിൽ നിറയെ പേരയ്ക്ക നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് കയ്യെത്തി പറിക്കാൻ പറ്റുന്നതിനൊക്കെ ഞങ്ങൾ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വെച്ച് തന്നെ കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ കഴിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഫുൾ ടൈം മഴയായിരുന്നു. മഴ പെയ്ത് തന്നെ ആകെ എല്ലാം പേരയ്ക്ക നനഞ്ഞ് നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എടുത്ത് കഴുകാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല. മരത്തിൽ നിന്ന് പറിച്ച് അപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു കേട്ടോ. മിക്കുനും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൾ നോക്കുന്നുണ്ടോ എൻ്റെ മുഖത്ത് തന്നെ പേരയ്ക്ക നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ഇതുപോലെ പറിച്ച് കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ പായൽ കാരണം ഞാൻ അങ്ങനെ അധികം അവനെ നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ വെള്ളമൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ അവനെ മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് ഒരുപാട് നേരം നടന്നിട്ടും ഉണ്ടായിരുന്നു. ഇവൻ ഇടയ്ക്കിടയ്ക്ക് പേരയ്ക്ക എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ പിടിച്ച് മാറ്റി നിർത്തി കേട്ടോ. എന്നിട്ട് ഞാൻ തന്നെ അവന് പേരമരത്തു നിന്നും പേരയ്ക്ക എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേരയ്ക്കയും ആത്തിച്ചക്കയൊക്കെ വിളവെടുത്ത ഒരു ദിവസം കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ വീട്ടിലൊക്കെ ഓരോ ഫ്രൂട്ട്സൊക്കെ വെച്ച് പിടിപ്പിക്കാനും വിളവെടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ത് ചെയ്യാം, നമുക്ക് സാഹചര്യം അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ വെച്ച് പിടിപ്പിക്കാറുമില്ല കേട്ടോ. എല്ലാവരും ടെറസിലൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ പറ്റുന്നൊരവസ്ഥയിലും കൂടെ അല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. എന്തായാലും കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും എൻ്റെ വീട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഇവിടെ നിന്ന സമയത്ത് മിക്ക ഇടയ്ക്കിടയ്ക്ക് ഈ വെള്ളത്തിൽ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ അവനെ അങ്ങ് താഴോട്ട് കൊണ്ടാക്കി കേട്ടോ. പിന്നീട് കുറച്ചൊക്കെ അവിടെ നിന്നെ തന്നെ ഞാൻ എടുത്തിട്ടായിരുന്നു അവനെയും കൊണ്ട് താഴോട്ട് പോയത്. അപ്പോൾ അവിടെ നിന്ന സമയത്ത് ആദ്യച്ചക്ക ചേട്ടൻ താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മിക്കുവിൻ്റെ കയ്യിലും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് മുള്ളൊരുപ്പുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ എടുക്കാനും പാടായിരുന്നു. ഈ ഇങ്ങനെ കടിക്കുന്നത് ഇത്തിരി പഴുക്കാത്തതാണ് കേട്ടോ, ഇച്ചിരി പച്ചയാണ്. അതാണ് ഞാൻ അങ്ങനെ കടിച്ചെടുത്തത് കേട്ടോ. അപ്പോൾ ബക്കറ്റ് വെച്ച് എടുക്കേണ്ടതായിട്ടുള്ളതും ഉണ്ടായിരുന്നു, കാരണം നല്ല വലുതും ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്കിതിൻ്റെ പുളിപ്പൊന്നും ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെയാണ് കേട്ടോ എല്ലാം കൊടുത്തതും. ഇത്രയും കിട്ടിയിട്ടുണ്ടെന്ന് ബാക്കിയെല്ലാം തറയിൽ തന്നെ കളഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ചേട്ടൻ വന്ന സമയത്ത് ചേട്ടൻ അത്രയും അടുത്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീട്ടിൽ തന്നെ ഫ്രൂട്ട്സോ ചെടികളോ ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ആഗ്രഹം പോലെ തന്നെ നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഷോർട്സ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കുഞ്ഞു വ്ളോഗുമായിട്ട് നമുക്ക് കാണാം, ഷോർട്സുമായിട്ട് കാണാം. വ്ളോഗും ഷോർട്സും ഒക്കെ എൻ്റെ ചാനലുണ്ട്, മറക്കാതെ തന്നെ എല്ലാവരും കാണുക കേട്ടോ. ബൈ.